Hello everyone, welcome back to my channel Resha's Little Vlog. If you are new here, my name is Reshma. ഞാൻ കാനഡ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് കുറേ ആളുകൾ ആവശ്യപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കാനഡയിൽ ജീവിക്കുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യം തന്നെ നമുക്ക് കാനഡയിൽ ജീവിക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നമ്പർ 1 എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ കാനഡയിലെ ജീവിത നിലവാരം വളരെ ഉയർന്ന റാങ്കാണ് കേട്ടോ നേടിയിട്ടുള്ളത്. ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം പബ്ലിക്കലി ഫണ്ടഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹ്യൂജ് മെഡിക്കൽ ബിൽസൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇവിടത്തെയെന്ന് എല്ലാവർക്കും അറിയാം. കുറേ പബ്ലിക് സ്കൂൾസും പിന്നെ കോളേജ് യൂണിവേഴ്സിറ്റീസൊക്കെ ഓഫർ ചെയ്യുന്നത് ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസമാണ്. അപ്പോൾ അതിലും കാനഡ വളരെ മുന്നിലാണ്. നമ്പർ 2 എന്ന് പറയുന്നത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ്. കാനഡ വേൾഡിൽ തന്നെ വൺ ഓഫ് ദി സേഫസ്റ്റ് കൺട്രി എന്നാണ് പറയപ്പെടുന്നത്. ക്രൈം റേറ്റ് മറ്റു രാജ്യങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറവാണ്. പിന്നെ ഗവൺമെൻറ് ആണെങ്കിലും സിറ്റിസൺസിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഉള്ള മെഷേഴ്സൊക്കെ എൻഷുർ ചെയ്യാറുണ്ട് കേട്ടോ. തേർഡ് വൺ എന്ന് പറയുന്നത് കാനഡ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ്. കാനഡ ഈസ് എ മെൽറ്റിംഗ് പോട്ട് ഓഫ് കൾച്ചർ എന്ന് തന്നെ പറയാം. ലോകത്തിലെ ഒട്ടുമിക്ക കൺട്രീസിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരവരുടെ കൾച്ചറും ട്രഡീഷനും കാര്യങ്ങളും ഇവിടെ അവർ പൂർണ്ണമായി ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇമിഗ്രൻസിനൊക്കെ ടു ഫീൽ അറ്റ് ഹോം എന്ന് തന്നെ പറയാം കാനഡയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ. നാലാമത് എന്ന് പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. കാനഡ എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള ജോബുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. വിത്ത് സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ എക്കണോമി എന്ന് തന്നെ നമുക്ക് പറയാം. വേരിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ, ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. അതുകൂടാതെ നമ്മുടെ ബിസിനസ് മേഖലകളിലേക്കും എൻ്റർപ്രണേഴ്സിനും ഇന്നോവേഷൻസ് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കും ഈ കൺട്രി വളരെയധികം വെൽക്കം ചെയ്യുന്ന ഒരു കൺട്രി തന്നെയാണ്. Now let's talk about the cons of living in Canada. ദോഷങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. കാനഡയിൽ ജീവിക്കുന്നതിൻ്റെ ദോഷങ്ങൾ. ഫസ്റ്റ്ലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹാർഷ് വിൻ്റർ. ഇവിടുത്തെ വിൻ്റർ എന്ന് പറയുന്നത് വളരെയധികം സിവിയറാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -50, -60 ഒക്കെ വരെ ഇവിടെ വിൻ്റർ പോകാറുണ്ട്. അപ്പോൾ ഈ യൂസ് ടു അല്ലാത്ത ആൾക്കാർക്ക്, ഈ വിൻ്റർ സീസണായിട്ട് അല്ലെങ്കിൽ ഒരു തണുപ്പ് സഹിക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന് പറയുന്നത് വളരെയധികം ചലഞ്ചിങ് ഫാക്ടറാണ് കേട്ടോ. സെക്കൻഡ്ലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇസ് ഹൈ, അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും ഹൈ തന്നെയാണ്. മേജർ സിറ്റീസൊക്കെ ഇല്ലേ, ടൊറൻറ്റോ, വാൻകൂവർ എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ വളരെയധികം എക്സ്പെൻസീവാണ്. അങ്ങനെയുള്ള പ്രൊവിൻസിലൊക്കെ താമസ സൗകര്യം, നമ്മുടെ റെൻറ്റ് കൊടുക്കുന്നതൊക്കെ, പിന്നെ നമ്മൾ പച്ചക്കറി, ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും നല്ല വിലയാണ് അവിടെയൊക്കെ ആ പ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിൽ. വെയിറ്റിംഗ് ടൈംസ് ഫോർ ഹെൽത്ത് കെയർ. ഇവിടെ ഹെൽത്ത് കെയർ ഫ്രീ ആണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ഇവിടെ നമ്മൾ കാത്തിരിപ്പ്, ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി നമ്മളൊരു ഡോക്ടറിനെ കാണാനുള്ള കാത്തിരിപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് വെച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ചീട്ടെടുക്കും, പിന്നെ പോയി ഡോക്ടറിനെ കാണും എന്നുള്ള സ്ഥിതിയാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അപ്പോയിൻമെൻറ്റ്, നോൺ എമർജൻസിയുടെ കാര്യമാണ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 to 4 months കഴിഞ്ഞിട്ടേ നമുക്കിവിടെ ഡോക്ടേഴ്സിനെയൊക്കെ കാണാൻ സാധിക്കുള്ളൂ. അത്രയും കാത്തിരിപ്പുണ്ട് നമുക്ക് ഇവിടെ ഒരു ഡോക്ടറിനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം ഇമിഗ്രൻസിനെ നിരാശപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ഫോർത്ത് വൺ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ജോബ് മാർക്കറ്റ് ചലഞ്ചസ് ഫോർ ന്യൂ കമ്മേഴ്സ്.
ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വളരെ അധികമാണ്. സ്റ്റേബിൾ എക്കണോമിയാണ്, കാര്യങ്ങളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുകളെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്ത് വെച്ച പൊസിഷനിലേക്ക് ഇവിടെ കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടുത്തെ കനേഡിയൻ ജോബ് മാർക്കറ്റിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കുറേ എഫേർട്ട് വേണ്ടി വരും. നമുക്കിവിടെ ഇവിടെ സർവൈവൽ ജോബ്സ് നമുക്ക് കിട്ടും, എന്നാൽ കൂടി നമ്മൾ ചെയ്തിരുന്ന പൊസിഷനിൽ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടു മച്ച് ടൈം. അപ്പോൾ ഇതൊക്കെയാണ് കാനഡയിൽ ജീവിക്കുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. അപ്പോൾ എല്ലാ രാജ്യത്തിനും അതിൻ്റേതായ പോസിറ്റിവിറ്റിയും ഉണ്ട്, നെഗറ്റിവിറ്റിയും ഉണ്ട്, ഇല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കുന്നോ അത് നിങ്ങൾ സ്വയം തീരുമാനിച്ചെടുക്കും, എൻ്റെ വാക്ക് കേട്ടിട്ട് എടുക്കണ്ട. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഡിസിഷനാണ്. യുവർ ലൈഫ് ഇസ് യുവർ ഡിസിഷൻ. അത് ആരും മാറ്റാനൊന്നും ശ്രമിച്ചാലും നമ്മളുടെ തീരുമാനങ്ങളിൽ ഉറച്ചിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. Bye.